തലമുറകളെ ബാധിക്കുന്ന പരിസ്ഥിതി പ്രശ്നത്തെ ലഘൂകരിക്കുന്ന ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. ജീവിക്കാനുള്ള ഒരു സമൂഹത്തിന്റെ ആവശ്യത്തെ കേവല രാഷ്ട്രീയത്തിന്റെ പേരിൽ അവഗണിക്കരുതെന്നും CSI മധ്യകേരള ബിഷപ്പ് തോമസ് കെ ഉമ്മൻ പറഞ്ഞു. ക്വാറി ഖനന താൽപ്പര്യങ്ങളുടെ മറവിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്നും സഭകൾ പിന്മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് കേവല രാഷ്ട്രീയ താൽപ്പര്യം മാത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു. റിപ്പോർട്ടോ പരിസ്ഥിതിയോ ഒന്നുമല്ല, ഇപ്പോഴത്തെ വില പറഞ്ഞ രാഷ്ട്രീയ സമീപനമാണ് എൻ്റെ നോട്ടത്തിൽ അതിലുള്ളത്. ഇവിടെ പാരിസ്ഥിതിക വിഷയം അങ്ങനെ ആയിരുന്നെങ്കിൽ പാരിസ്ഥിതിക വിഷയത്തെക്കുറിച്ച് പറഞ്ഞ ആളുകളൊക്കെ ചൂട് മാറ്റി പറയില്ല. ഒരു പാരിസ്ഥിതിക വിഷയത്തെക്കാളുപരി സ്വന്തം താല്പര്യം സംരക്ഷിക്കാനാണ്. അതിൻ്റെ പിന്നിൽ പുതിയ കോറികൾ കാണും, പുതിയ കച്ചവടക്കാർ കാണും, അതെനിക്ക് പറയാനുള്ളത്. പക്ഷേ സഭ പാരിസ്ഥിതിക വിഷയക്കാട്ടിൽ അല്ലെ സമുദായങ്ങളെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടി പാരിസ്ഥിതിക വിഷയങ്ങളെക്കാട്ടിൽ താൽക്കാലിക നേട്ടങ്ങളെ ഊന്നിയുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് ചർച്ചയ്ക്കെടുത്ത് ഗാഡ്ഗിൽ റിപ്പോർട്ട് മറച്ചുവെക്കുന്നത് തെറ്റാണെന്നായിരുന്നു യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പോലീത്ത പറഞ്ഞത്. സഭകളും രാഷ്ട്രീയക്കാരും തമ്മിലുണ്ടാക്കിയ അവിശുദ്ധ ബന്ധമാണിപ്പോൾ നടക്കുന്നത്. സഭകളുടെ ഭീഷണി വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സഭയ്ക്കും ഒരു സമുദായത്തിനും രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താനാവില്ല എന്നാണ് എൻ്റെ ചിന്ത. കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ പ്രശ്നം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന സഭകളുടെ അവകാശവാദങ്ങളെയും ഇരുവരും നിരാകരിക്കുന്നു. പശ്ചിമഘട്ട പ്രശ്നം ഉയർത്തി നടക്കുന്ന സമരങ്ങളിൽ ക്രിസ്ത്യൻ സഭകളിൽ ഭിന്നസ്വരമുണ്ടെന്നതാണ് ഇരുവരുടെയും വാക്കുകളിൽ തെളിയുന്നത്. ഈ പ്രശ്നം ഉയർത്തി CSസഭയുടെ നേതൃത്വത്തിൽ പശ്ചിമഘട്ട പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. യു ഷൈജു, മീഡിയ